ഹല്ലേലൂയ. നമ്മുടെ പുനരുദ്ധാനവും ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെയും ഉത്ഥാനത്തെയും അനുസ്മരിക്കുന്ന ഈ നാളുകളിൽ വേദവിചാരങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നാം പോകുമ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം സറണ്ടർ പ്ലാൻസ്. ദൈവഹിതത്തിനായി നമ്മുടെ പദ്ധതികളെ സമർപ്പിക്കുക. അതിനാധാരമായി തന്നിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. നമ്മുടെ പദ്ധതികളെ കർത്താവിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. സമർപ്പിക്കുക എന്ന പദത്തേക്കാൾ കീഴടങ്ങുക എന്ന പദത്തിനാണ് കൂടുതൽ അർത്ഥവും വ്യാപ്തിയും ഉള്ളത്. നമുക്കെല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദിനംതോറും നാം പ്രയത്നിക്കുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പദ്ധതികളെ തകർത്തുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില അനുഭവങ്ങൾ വരാം. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ പാടെ തകർത്ത് കളയാം. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ സന്ദർഭങ്ങളിലാണ് ദൈവിക പദ്ധതിയുടെ പ്രസക്തി ഏറുന്നത്. ദൈവഹിതത്തിന് കീഴടങ്ങിക്കൊണ്ട് നമ്മുടെ പദ്ധതികളെ ഉപേക്ഷിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. മനഃപൂർവ്വമായിട്ടുള്ള ഒരു ത്യാഗമാണ്. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം നൊന്തു എന്ന് വരാം. അത് മനുഷ്യ സഹജം തന്നെയാണ്. ഗതസമനയുടെ അതിവേദനയിലും കർത്താവായ യേശുക്രിസ്തു ദൈവിക പദ്ധതിയിൽ നിന്നും പിന്മാറുവാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം മനുഷ്യ ശരീരത്തിനും മനസ്സിനും താങ്ങുവാൻ കഴിയാത്ത കഠിനവേദനയിലൂടെയും മാനസിക സംഘർഷത്തിലൂടെയും താൻ പോകേണ്ടി വരുമെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം തന്നെ നിറവേറട്ടെ എന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള കീഴടങ്ങളിലൂടെ ഒരു മാനവരാശിക്ക് മുഴുവൻ ലഭിച്ചത് വീണ്ടെടുപ്പെന്ന വിലമതിക്കാനാവാത്ത സമ്മാനമായിരുന്നു. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ജീവിതത്തിൻ്റെ പോയ നാൾവഴികളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം തയ്യാറാക്കിയ പദ്ധതികളേക്കാൾ ദൈവിക പദ്ധതിയിലൂടെ നമുക്ക് ലഭിച്ച നന്മകൾ അനവധിയാണ്. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് നാം മനഃപൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ നാം വ്യാകുലപ്പെടേണ്ടതില്ല. ഇന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ദൈവമേ അവിടുത്തെ ഹിതം എന്ന് നാം തിരിച്ചറിയുക. തടസ്സങ്ങൾ, പ്രേരണകൾ, സ്നേഹിക്കുവാനും സഹായിക്കുവാനും അപ്രതീക്ഷിതമായി കൈവരുന്ന അവസരങ്ങൾ, ഇവയിലെല്ലാം തന്നെ ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിചിതമായിട്ടുള്ള ഗാനവരികൾ ഇവിടെ കുറിക്കട്ടെ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.